ഈശോ വിശേഷിയായിരിക്കട്ടെ. ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണല്ലോ എല്ലാവരും. ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ എത്തി? അവസാന ലാപ്പിലേക്ക് നമ്മൾ കടന്നല്ലേ. ഇന്ന് എൻ്റെ ഇടവക ദേവാലയത്തിൽ കുമ്പസാരമായിരുന്നു കേട്ടോ. കുമ്പസാരത്തിന് വൈകുന്നേരമായിരുന്നു. അപ്പോഴത്തേന് ഈശോയെ എഴുന്നള്ളിച്ച് വെക്കും. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി കുമ്പസാരിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടായിരുന്നേ. അപ്പോൾ ഈശോയെ എഴുന്നള്ളിച്ച് വെക്കുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരത്തെ ഇങ്ങനെ പോയി ഈശോയോട് കൂടെ ആയിരിക്കാൻ വേണ്ടി ഇച്ചിരി നേരത്തെ അങ്ങ് പോയി പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈശോയുടെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വന്നു. ഈശോ ഇങ്ങനെ സർവ്വശക്തനായ ദൈവം ഇങ്ങനെ എൻ്റെ ഇടവക ദേവാലയത്തിൽ ഇങ്ങനെ അൽത്താരയിൽ ഇങ്ങനെ എഴുന്നള്ളിയിരിക്കുക. ഇങ്ങനെ എഴുന്നള്ളിയിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു ഓർമ്മ ഇങ്ങനെ ചിന്ത ഇങ്ങനെ വരുമായിരുന്നേ. ഇപ്പോൾ എൻ്റെ പള്ളിയിലേക്ക് ഒരു MLA യോ അല്ലെങ്കിൽ ഒരു MP യോ അല്ലെങ്കിൽ പോട്ടെ ഒരു മെത്രാനോ ഒരു ബിഷപ്പോ അല്ലെങ്കിൽ നമ്മുടെ മാർപ്പാപ്പയോ ഒക്കെ വരുമായിരുന്നെങ്കിൽ എന്തോരം ജനക്കൂട്ടം. ഒരു സിനിമാ നടനെ കാണാനൊക്കെ നമ്മൾ പോകുമ്പോഴത്തേനും എന്തോരം ജനക്കൂട്ടമാണ്, എന്തോരം തിക്കും തിരക്കുവാണ്. ആളുകളിങ്ങനെ ഇടികൂടി അവിടെ മുഴുവൻ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നല്ലേ. അപ്പോൾ എൻ്റെ ഈശോ ഈ ഭൂമിയുടെ മുഴുവൻ അധിപനായ ദൈവം, സർവശക്തനും സർവാധിപനും അത്യുന്നതനുമായ ദൈവം എൻ്റെ ഇടവക ദേവാലയത്തിൽ ഇങ്ങനെ ആ മധുബഹായിൽ ഇങ്ങനെ എഴുന്നള്ളി ഇരിക്കുക. അപ്പോഴത്തേനും ഈശോയുടെ അടുത്തേക്ക് വരാൻ വേണ്ടി അവിടെ വലിയ തിക്കും തിരക്കൊന്നും ഞാൻ കണ്ടില്ല. ആ ഒരു സമയത്ത് ഞാനിങ്ങനെ ഓർക്കുക, ദൈവം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഈശോയുടെ അടുത്തേക്ക് വരാൻ ആർക്കും അങ്ങനെ ഒരു തിക്കോ ഒരു തിരക്കോ ഒന്നുമില്ല. എല്ലാവർക്കും ഒത്തിരി തിരക്കും അവരുടേതായ സ്വന്തം കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ക്രിസ്മസ് കാലത്ത് ഒരുക്കത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടങ്ങളിലേക്ക് നമ്മളിങ്ങനെ കടക്കുക. ക്രിസ്മസിനോട് ഏറ്റവും അടുത്ത ദിവസങ്ങളിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് കാലത്ത് പരിശുദ്ധ അമ്മ ഈശോയെ സ്വീകരിച്ചതുപോലെ, യോസേപ്പ് പിതാവ് ഈശോയെ സ്വീകരിച്ചതുപോലെ ഈശോയെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, ദിവ്യകാരൻ ഈശോയെ സ്നേഹിച്ച് വിശുദ്ധ കുർബാന ഒരു അനുഭവം ആകാൻ വേണ്ടിയുള്ളൊരു കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവേ. നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. പ്രൈസ് ഗോഡ്. ആവേ മരിയ.